നമ്മളെല്ലാ ആൾക്കാരും എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സാമിലേക്കാ പോവാ. പഠിക്കുന്നത് എന്തിനാ? എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ അതങ്ങനെയല്ല. അതങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ റിയൽ ശരിക്കും അങ്ങനെയല്ല. അതിൽ നിന്ന് വേറൊരു ഉപകാരം ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എക്സാം എഴുതി മാർക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. അതിലും വേറെ കാര്യം. പക്ഷെ അതല്ല. എഡ്യൂക്കേഷൻ പണ്ടും പണ്ടേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ആ രീതിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ കറന്റ്ലി എന്തോ അതായത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അതെന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ആ പഠിക്കുന്ന കാര്യം നിങ്ങളെ ഒരു രീതിയിൽ, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? കാരണം നമുക്ക് തിങ്ക് ചെയ്താലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യന്മാർക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഈ കാണുന്ന മൊത്തം ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് ഉണ്ടായതാണ് ഇത് ഫുള്ളും മീൻസ് ഓരോ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങൾ ഡെവലപ്മെന്റും കാര്യങ്ങളും ഹ്യൂമൻസ് ഉണ്ടാക്കുന്നത്. കാരണം അതൊരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. അപ്പൊ സ്കിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ തിങ്ക് ചെയ്തിട്ടാണ്. തിങ്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാകുമ്പോഴാണ്, ഓരോ ഡിഫറെന്റ് എഡ്യൂക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡിഫറെന്റ് രീതിയിൽ തിങ്ക് ചെയ്യാം. നിങ്ങൾ മലയാളം പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യാൻ വിടുക. മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് രീതിയിലാണ് തിങ്ക് ചെയ്യാൻ വിടുക. നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആവുന്നുള്ളതാണ്. ഇത് പഠിക്കുന്ന കാര്യം എക്സാമിന് വേണ്ടിയിട്ടല്ല, ഈ രീതിയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ എക്സാമിന് കിട്ടുന്ന മാർക്ക്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മാർക്ക് എന്നുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടുമെങ്കിൽ അതിന് കിട്ടുന്നതിനും കാട്ടി കൂടുതൽ റിട്ടേൺ കിട്ടാൻ നിങ്ങൾ ഈ രീതിയിൽ, അതായത് ഈ സാധനം പഠിക്കുന്നത് ഈ രീതിയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. കാരണം നമ്മൾ പ്രോപ്പർ, അതായത് നിങ്ങൾക്ക് ജിമ്മിൽ അറിയാലോ, ജിമ്മിൽ പോകുന്നത് ഓരോ വെയിറ്റ് എടുത്ത് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഓരോ വെയിറ്റ് എടുക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ തിങ്ക് ചെയ്യാന്ന് പറയുന്നത്. ഓരോ പഠിച്ച ഓരോ എഡ്യൂക്കേഷനെ പറ്റി ഓരോ ആംഗിളിൽ തിങ്ക് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ആ മസിൽ ബിൽഡ് ചെയ്ത് ഇപ്പൊ നമ്മളൊരു ഷേപ്പിലാവുമല്ലോ നമ്മളെ ബോഡി. ആ ഷേപ്പ് എന്ന് പറയുന്നതാണ്, ആ ഒരു ഇംപ്രൂവ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. അത് അങ്ങ് ഇംപ്രൂവ് ആകും നമ്മൾ ഓരോ രീതിയിൽ തിങ്ക് ചെയ്ത് ആ മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കറന്റ് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മാർക്ക് വാങ്ങിക്കാൻ, സെറ്റാക്കാൻ, റാങ്കിൽ വാങ്ങിക്കാൻ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് പഠിക്കുന്നത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ അതിന്റെ രീതിയിൽ തിങ്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി അവെയർ ആകുന്നത് ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.